ട്രേഡിംഗ് വിൻഡോയ്ക്ക് മാസങ്ങൾ മുൻപ് തന്നെ ഇത്തവണ ട്രാൻസ്ഫർ റൂമേഴ്സ് വന്നു തുടങ്ങി. ഹർദിക് പാണ്ഡ്യയുടെ മുംബൈയിലേക്കുള്ള മടങ്ങിവരവായിരുന്നു കഴിഞ്ഞ തവണത്തെ ഹൈലൈറ്റ്. എന്നാൽ ഇത്തവണ ആരാധകരെ ഞെട്ടിക്കുന്ന ഒട്ടേറെ മാറ്റങ്ങൾ കണ്ടേക്കാം. അതിലേറ്റവും മുന്നിൽ രണ്ട് T20 രാജാക്കന്മാരുടെ പോസിബിൾ ട്രാൻസ്ഫറുകളെ കുറിച്ചാണ്. രോഹിത് ശർമ്മ ആൻഡ് സൂര്യകുമാർ യാദവ്. 2024 മുംബൈയിൽ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല രോഹിത്. അത് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ വ്യക്തമായിരുന്നു. കോൺട്രാക്റ്റ് ഉള്ളതുകൊണ്ട് മാത്രം കളിക്കുന്നു എന്ന തോന്നൽ ആരാധകർക്കും ഉണ്ടായിരുന്നു. ഇത്തവണ ഹിറ്റ്മാൻ മുംബൈ വിടുമെന്നാണ് പ്രമുഖ ക്രിക്കറ്റ് സൈറ്റുകൾ പറയുന്നത്. ഗുജറാത്ത് ടൈറ്റൻസും ഡൽഹി ക്യാപിറ്റൽസുമാണ് രോഹിത്തിനെ നോട്ടമിടുന്നത്. ശുഭ്മാൻ ഗില്ലിൽ ഒരു സ്പാർക്ക് കണ്ടെത്താൻ GTക്കായില്ല. ആശിഷ് നെഹ്റയടക്കം ടൈറ്റൻസ് ക്യാമ്പ് വിടുമെന്നാണ് റിപ്പോർട്ട്. രോഹിത്തിനെ എത്തിച്ച് പുതിയ മുഖം കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. റിക്കി പോണ്ടിങ്ങിനെ കോച്ചിംഗ് സ്ഥാനത്തു നിന്ന് ഡൽഹി ക്യാപിറ്റൽസ് നീക്കിയിരുന്നു. എന്നാൽ ഗാംഗുലി DC ക്യാമ്പിൽ തന്നെയുണ്ട്. അതിനിടെ പന്ത് ടീം വിടുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് സത്യമാണെങ്കിൽ ഒരു വലിയ പ്ലെയറെ കൊണ്ടുവരേണ്ടത് DCക്ക് അത്യാവശ്യമാണ്. ഓപ്ഷനിലേക്ക് എത്താതെ രോഹിത്തിനെ കൺവിൻസ് ചെയ്യാനായിരിക്കും രണ്ട് ഫ്രാഞ്ചൈസികളുടെയും ശ്രമം. സൂര്യകുമാറിന്റെ കാര്യത്തിൽ ആരാധകരും മുംബൈയും ഒരുപോലെ ഞെട്ടിയിട്ടുണ്ട്. LSG ആണ് സൂര്യകുമാറിന് വേണ്ടി രംഗത്തുള്ളത്. ഒപ്പം ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും. KL രാഹുലുമായി വഴിപിരിയാൻ LSG തീരുമാനിച്ചു കഴിഞ്ഞു. സ്കൈയെ കൊണ്ടുവന്ന് ഒരു റീബൂട്ടിനാണ് അവരുടെ ശ്രമം. KKRനാകട്ടെ കോച്ചിങ്ങിൽ ഗംഭീറിന്റെ വിടവ് നികത്തിയേ തീരും. സൂര്യകുമാറിനെ തിരികെ എത്തിച്ച് 11 സ്ട്രോങ് ആക്കാൻ അവർ പഠിച്ച പണി 18 നോക്കും. ഹർദിക്കിന്റെ ട്രേഡോടെ ലോയൽറ്റിയെക്കുറിച്ച് കളിക്കാർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവസരങ്ങൾക്കാണ് മുൻഗണനയെങ്കിൽ ഈ ട്രേഡിംഗ് വിൻഡോ ഓപ്ഷനേക്കാൾ ആവേശകരമാകും. എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.